നമ്മുടെ ബിഗ് ബോസിൻ്റെ അടുത്ത ടാസ്ക്, ടിക്കറ്റ് ഫിനാലയുടെ അടുത്ത ടാസ്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. പൊടിമഴ എന്നാണ് ടാസ്കിൻ്റെ പേര്. ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ജനൽപ്പാളിയുടെ ആകൃതിയിൽ ഒരു പ്രോപ്പർട്ടി കാണും. ആ പാളികൾക്ക് മുകളിൽ പൗഡർ ഉണ്ടാവും. അപ്പോൾ ആ പൗഡർ താഴെ വീഴാതെ ജനൽപ്പാളികൾ ഹോൾഡ് ചെയ്ത് ആൾക്കാർ നിർത്തണം ഒരു കൈ കൊണ്ട് എന്നതാണ് ടാസ്ക്. പക്ഷെ അതിന് മുൻപായിട്ട് ഇവരുടെ ഓരോരുത്തരുടെയും ജനൽപ്പാളി ആ കുറ്റി തുറക്കാൻ വേണ്ടിയിട്ട് താക്കോലുണ്ട്. അതൊരു 190 താക്കോലിൻ്റെ ഇടയിൽ ഇവരുടെ താക്കോൽ മിക്സ് ചെയ്ത് കിടപ്പുണ്ട്. ഓരോരുത്തരുടെയും പ്രോപ്പർട്ടിയുടെ കളറിൻ്റെ സെയിം കളറായിരിക്കും താക്കോൽ. അപ്പം എല്ലാവരും ആ താക്കോൽ ആദ്യം ആ അത്രയും താക്കോൽ കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഒരു കൈ കൊണ്ട് കുറ്റി തുറക്കുക, എന്നിട്ട് മറ്റേ കൈ കൊണ്ട് ആ ജനൽപ്പാളികൾ ഹോൾഡ് ചെയ്ത് നിർത്തുക എന്നതാണ് ടാസ്ക്. അപ്പം ഹോൾഡ് ചെയ്തത് വിട്ട് കഴിഞ്ഞിട്ട് പൗഡർ ദേഹത്തോട്ട് വീണ് കഴിഞ്ഞാൽ ആൾ ഔട്ടാവും. ഇത് മാത്രമല്ല, ആരെങ്കിലും ഔട്ടായവരുണ്ടെങ്കിൽ അവിടെ കുറച്ച് മഞ്ഞ ബോളുകൾ വെച്ചിട്ടുണ്ട്. ആ ബോളുകൾ വെച്ചിട്ട് ഔട്ടായവർക്ക് ആ കുറ്റിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരെ വേണമെങ്കിൽ എറിഞ്ഞിട്ട് ഡിസ്ട്രാക്റ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ അവർക്ക് ഇവിടെ ഔട്ടായവർക്ക് വേണമെങ്കിൽ ഇപ്പം നെവിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം അനുമോളെ എറിഞ്ഞ് താഴെ ഇടും. അത്രേ ഉള്ളൂ സംഭവം. അതാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്. ആരെങ്കിലും നെവിനൊക്കെ എന്തായാലും ചക്ക വെട്ടിയിട്ട പോലെ അറിയത്തില്ല, ഈ ഗെയിമിൽ ചിലപ്പോൾ നെവിന് കുറച്ച് വാശിയുണ്ട് കഴിഞ്ഞ ഗെയിമിനെക്കാട്ടി നന്നായിട്ട് കളിക്കണമെന്ന്. അപ്പോൾ ഇത് കളിക്കാൻ വേണ്ടി എല്ലാവരും കയറി. അവിടെയാണ് ഒരു ട്വിസ്റ്റ് നടക്കുന്നത്. അവിടെ ചെന്ന സമയത്ത് കുറച്ച് ആൾക്കാർക്ക് നല്ല വൃത്തിക്ക് കൈ പിടിക്കുക, എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുകയാണ് ആ ജനൽപ്പാളികളെ. അപ്പോൾ ആര്യന് നല്ല പോലെ, പിന്നെ നൂറയ്ക്കും നല്ലതുപോലെ കൈ വെച്ച് പിടിക്കാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് സാബുമാൻ ആയിക്കോട്ടെ, നമ്മുടെ അനീഷേട്ടനായിക്കോട്ടെ, അക്ബറിന് എത്തുന്നില്ല, അങ്ങനെ പലർക്കും കൈ എത്തുന്നില്ല. അപ്പോൾ അവരുടെ ആ ഒരു പ്രശ്നം ഉന്നയിക്കുകയാണ് കുറച്ച് ആൾക്കാർക്ക്. അപ്പോൾ ആരും പറയുന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റുന്നില്ലേ നിങ്ങളുടെ പേര് പറഞ്ഞാൽ പോലെ, നിങ്ങൾ എൻ്റെ പേര് പറയുന്നത്, എനിക്ക് പിടിക്കാൻ പറ്റുമെന്ന് എന്തിനാ പറയുന്നതെന്ന്. പക്ഷേ അങ്ങനെ കാണിക്കുന്നത് ഫെയർ അല്ലല്ലോ. അപ്പം ഇവരൊന്നും മിണ്ടാതെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ തന്നെ കളിക്കേണ്ടി വന്നേനെ. എന്തായാലും ബിഗ് ബോസ് പറയാണ് ഇവരോട് ഷൂ ഇടാൻ. അപ്പോൾ ആര്യനും പോയി ഷൂ ഇടുന്നുണ്ട്. ആര്യൻ പിന്നെയും ഷൂ ഇടുമ്പോൾ ആര്യന് നല്ല വൃത്തിക്ക് കൈ ഹോൾഡ് ചെയ്ത് നിർത്താം. ബാക്കിയുള്ളവരൊക്കെ എത്തിക്കുത്തി വേണം കൈ ഈ ജനൽപ്പാളികൾ ഹോൾഡ് ചെയ്ത് നിർത്തേണ്ടത്. എന്തായാലും അവരുടെ കൈ വേദനിക്കും. അപ്പോൾ ബിഗ് ബോസ് അവരെ അങ്ങനെ നിർത്താൻ വേണ്ടി ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. കുറച്ച് നേരം നിന്നപ്പോൾ മനസ്സിലായി പലർക്കും അത് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അവർ കൈ എത്തുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞു, ശരി ഞങ്ങൾക്ക് ഇതൊന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, നിങ്ങൾ നിന്ന് നോക്കിയല്ലോ, അപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയൊക്കെയാണ് സംഭവം, നിങ്ങൾക്ക് ആർക്കൊക്കെ എത്തും ആർക്കൊക്കെ എത്തുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് മുറുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് താൽക്കാലികമായി ടാസ്ക് ഒന്ന് ആ ടൈമിൽ ഒരു ഇടവേള. അപ്പോൾ അവർ ബാക്കിയുള്ളവരെല്ലാം വീട്ടിലേക്ക് പോയി. ബിഗ് ബോസ് ആ ടൈമിൽ പ്രോപ്പർട്ടി ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഇപ്പം ബാക്കി ലൈവിൽ നടക്കുന്നുണ്ട്. രണ്ടാമത് അവർ ടാസ്ക് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നെവീനും നമ്മുടെ ഷാനവാസും തമ്മിൽ പിന്നെയും ഒരു വഴക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീണ്ടും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പോൾ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.